ഞാൻ ആരാ, ഞാൻ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് എന്നൊക്കെ എനിക്ക് നിങ്ങളോട് പറയണമെന്ന് തോന്നി. ഇതെന്താണെന്ന് വെച്ചാൽ, ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ കാരണം, ഞാൻ ഒരു അധ്യാപികയാണ്, ഒരു മലയാള അധ്യാപികയാണ്. എനിക്ക് മലയാളത്തിൽ PhD ഉണ്ട്. അപ്പോൾ കോളേജിലെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ കുട്ടികൾ എന്നോട് ഓരോ കാര്യങ്ങൾ, ഞാൻ അവരോട് വളരെ അടുത്ത് സംസാരിക്കുന്ന, അവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കുന്ന ഒരു അധ്യാപികയാണ്. അപ്പോൾ എനിക്ക് അതുപോലെയുള്ളൊരു, ഞാൻ എൻ്റെ അധ്യാപകരുടെ അടുത്ത് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ എൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ ഞാൻ നേരിടുന്ന പ്രശ്നങ്ങൾ ഞാൻ അവരോട് പറയുമായിരുന്നില്ല. ഞാൻ തന്നെ സ്വയം എൻ്റെ പ്രശ്നങ്ങളിൽ നിന്ന് ഹീൽ ചെയ്ത് വരികയാണ് ചെയ്തിരുന്നത്. ഞാൻ അതിരട്ട് ദൈവവിശ്വാസിയാണ്. അപ്പോൾ അങ്ങനെ ദൈവത്തോട് ഞാൻ എൻ്റെ കാര്യങ്ങൾ പറയും, ഞാൻ എഴുതി വെക്കും. ഞാൻ ദൈവത്തിന് കത്തെഴുതുന്നൊരു വ്യക്തിയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ എഴുതി പരിഹാരം കാണുമായിരുന്നു ചെയ്തിരുന്നത്. ഞാൻ തന്നെ ദൈവത്തോട് സംസാരിക്കും, ദൈവം എനിക്ക് അതിന് മറുപടി തരുന്നത് പോലെ ഞാൻ തന്നെ എഴുതും. അങ്ങനെയാണ് എനിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഞാനത് കൈകാര്യം ചെയ്തിരുന്നത്. അപ്പം ഞാൻ അധ്യാപികയായതിന് ശേഷം ഹോസ്റ്റലിൽ ഞാൻ കുട്ടികളോടൊപ്പം താമസിച്ചിട്ടുണ്ട്, കോളേജിലെ ഹോസ്റ്റലിൽ. അങ്ങനെ വരുമ്പോൾ അവരോട് എനിക്ക് കൂടുതൽ സംസാരിക്കാനുള്ള സാധ്യതയും വന്നിട്ടുണ്ട് മറ്റധ്യാപകരേക്കാൾ. അവരെന്നോട്, മലയാളം പഠിപ്പിക്കുന്ന അധ്യാപകരോട് പൊതുവേ ഒരു ഇഷ്ടം കൂടുതൽ കാണുമല്ലോ. നമ്മൾ കുറച്ചുകൂടി കാര്യങ്ങൾ, കവിതയും കഥയും സാഹിത്യമൊക്കെയാണല്ലോ, ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് ഒരടുപ്പം ഫീൽ ചെയ്യും. അതുകൊണ്ടായിരിക്കാം അവരെന്നോട് സംസാരിക്കും. അങ്ങനെ സംസാരിക്കുമ്പോൾ ഞാൻ അവർക്ക് അവരുടെ പ്രശ്നങ്ങൾ, അവർ കൗമാരപ്രായം കഴിഞ്ഞ് വരുന്ന, +2 കഴിഞ്ഞ് വരുന്ന കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ചിലർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല, എന്നാലും ചെറിയ ചെറിയ പ്രശ്നങ്ങളായിരിക്കും. എന്നാലും അവരെ സംബന്ധിച്ചത് വലിയ പ്രശ്നമാണ്. നമ്മളിപ്പോൾ പ്രായമായി, ആ സമയത്ത് ഈ പ്രശ്നങ്ങൾ ചെറുതായിട്ട് തോന്നാം. എന്നാലും ഓരോ ആളുകളെ സംബന്ധിച്ചും അവരുടെ പ്രശ്നങ്ങൾ അവർക്ക് വലുതാണ്. ആ ഒരു സമീപനം തന്നെയാണ് എനിക്കുള്ളത്. എൻ്റെ പ്രശ്നങ്ങൾ കേൾക്കുന്നവർക്ക് ചിലപ്പോൾ ലാഘവത്തോടെ എടുക്കാൻ പറ്റുമായിരിക്കും. എന്നെ സംബന്ധിച്ചത് എനിക്ക് വലുതാണല്ലോ. അപ്പോൾ അത് ഞാൻ എങ്ങനെ പരിഹരിക്കും? അത് ഞാൻ സ്വയമാണ് ഇത്രയും കാലം പരിഹരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ദൈവത്തെ കൂട്ടുപിടിക്കും, ദൈവത്തോട് സംസാരിക്കും. അപ്പം അങ്ങനെയൊക്കെയാണ് ഞാൻ, എന്താണെന്നറിയില്ല, ആഗ്രഹിച്ച കാര്യങ്ങൾ വൈകിയാണെങ്കിലും എൻ്റെ മുന്നിലേക്ക് എനിക്ക് കിട്ടാറുണ്ട്. അതിൻ്റെ കാരണം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ടായിരിക്കും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. ഇപ്പോഴാണ് ഞാൻ അതിനൊക്കെ മോട്ടിവേഷണൽ സ്പീക്കേഴ്സൊക്കെ പറയുന്നതും ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് കേൾക്കാൻ തുടങ്ങിയത്. ഇതെൻ്റെ ജീവിതത്തിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പം തന്നെ സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം അപ്പോഴെനിക്ക് കിട്ടില്ല, പക്ഷെ ഞാൻ അത് തന്നെ ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും കാലത്തായിരിക്കും എൻ്റെ അടുത്തേക്ക്. അപ്പോൾ ഞാൻ ഇത് പണ്ട് ഞാനത് വിട്ടുപോയിട്ടുണ്ടാവും, ഞാനത് മറന്നു പോയിട്ടുണ്ടാവും. അപ്പോഴായിരിക്കും എൻ്റെ കയ്യിലേക്ക് അത് കിട്ടുന്നത്. അപ്പോൾ എനിക്കതിൻ്റെ ആവശ്യം ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അപ്പോഴും എനിക്കത് ആവശ്യം ആയിരിക്കും. അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് വർഷങ്ങൾക്ക് ശേഷം എൻ്റെ മുന്നിലേക്ക് വന്നിട്ടുണ്ട്, ഞാൻ ഒട്ടും അതിനു വേണ്ടി ശ്രമിക്കാതെ തന്നെ. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഞാൻ വരും ദിവസങ്ങളിൽ ഞാൻ പറയുന്നതായിരിക്കും. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് എനിക്ക് ഒന്ന് എൻ്റെ ആഗ്രഹങ്ങളെന്ന് പറയുന്നത്, ഒന്ന് അധ്യാപികയാവണമെന്ന് തന്നെയായിരുന്നു. പിന്നെ ഒരു അടുത്ത ഓപ്ഷൻ എന്ന് പറയുന്നത്, എനിക്ക് ന്യൂസ് റീഡർ ആവാൻ ഇഷ്ടമായിരുന്നു ചാനലിലൊക്കെ. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് ടൈം അതൊന്നും എനിക്കൊരു കംഫർട്ടബിളായിട്ട് തോന്നിയിരുന്നില്ല. അധ്യാപികയാകുമ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള ആ ഒരു ഷെഡ്യൂളിൽ ജോലി ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു കംഫർട്ട് സോൺ ഞാൻ നോക്കി. അങ്ങനെയാണ് അതിൽ തന്നെ ഞാൻ ഉറച്ചു നിന്നത്. എനിക്കിങ്ങനെ ഒരു താല്പര്യം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു. ജേർണലിസം പഠിക്കണം, ജേർണലിസ്റ്റ് ആവണം എന്നൊക്കെ ഒരു ആഗ്രഹവും എനിക്കുണ്ടായിരുന്നു. പക്ഷെ അത് നടന്നില്ല. അപ്പോഴാണ് ഇന്നത്തെ കാലത്ത് നമുക്കിപ്പോൾ സാറ്റലൈറ്റ് ചാനൽ മാത്രമല്ലല്ലോ, യൂട്യൂബ് ചാനൽ സ്വന്തമായിട്ട് തുടങ്ങാം എന്ന് പറയുന്ന ഒരു അവസ്ഥയിലെത്തിയപ്പോൾ ഞാൻ വിചാരിച്ചു, എന്നാൽ എനിക്ക് പറയാനുള്ള കാര്യം, ന്യൂസ് റീഡർ എന്നൊക്കെ പറയുന്നത് അവർ തരുന്ന കണ്ടൻറ്റ് അല്ലെങ്കിൽ ന്യൂസ് അതൊക്കെ വായിച്ചങ്ങ് പോവാം എന്നുള്ളതല്ലേ ഉള്ളൂ. അപ്പോൾ അതല്ലാതെ നമ്മുടെ കയ്യിൽ തന്നെ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ, നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാനൊരു വേദി, അപ്പോൾ അത് കിട്ടുന്നൊരവസ്ഥയാണല്ലോ ഇപ്പോൾ യൂട്യൂബ് ചാനൽ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോഴെനിക്ക് മുഖം കാണിച്ച് വീഡിയോ എടുക്കണം എന്ന് തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. അപ്പോഴാണ് ഞാൻ നോക്കുമ്പോൾ
ഞാൻ ഷോർട്സൊക്കെ ഇട്ടു, അതേപോലെ വേറെ വീഡിയോ ഒക്കെ ഇട്ടപ്പോൾ എനിക്ക് വ്യൂസ് ഇല്ല, സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കുറവ്. അപ്പോൾ ഇതൊക്കെ ആവുമ്പോൾ ബേസിക്കലി എനിക്ക് എൻ്റെ സ്റ്റുഡൻസ്, എൻ്റെ റിലേറ്റീവ്സ്, ഇങ്ങനെയൊക്കെയുള്ള ആളുകളുടെ മുന്നിൽ ഞാനൊരു വീഡിയോ ഇട്ടിട്ട് അതിൽ ഇതേപോലെ തന്നെയാണ് വ്യൂസൊക്കെ വരുന്നതെങ്കിൽ എനിക്ക് അത് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ട്. അതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കറിയാം. ഞാൻ എന്നോട് തന്നെ പറയാറുണ്ട്, നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കുന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മളെ ഇഷ്ടങ്ങൾ നമ്മൾ മാറ്റി വയ്ക്കരുത്. ഇതെല്ലാം ഞാൻ എന്നോടും പറയാറുണ്ട്. എന്നോട് സഹായം അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എന്തെങ്കിലും ആവശ്യങ്ങൾ, എന്തെങ്കിലും ഉപദേശം എന്ന് പറയാൻ പാടില്ല, എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്നവരോടും ഞാൻ പറയാറുണ്ട്. അത് രക്ഷിതാക്കളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ, അവരോടും ഞാൻ പറയാറുണ്ട്. അപ്പോൾ അത് ഒരു ചെറിയൊരു സർക്കിളിൻ്റെ ഉള്ളിൽ മാത്രമാണ്. എനിക്ക് അങ്ങനെ വിശാലമായ സുഹൃത്ത് വലയമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ആളല്ല ഞാൻ. അപ്പോൾ അതുകൊണ്ട് എൻ്റെ സ്റ്റുഡൻസിൻ്റെ പേരൻസ്, അവർ വരുന്നവർ മാത്രം, അങ്ങനെയൊക്കെ ഉള്ളവരുമായി മാത്രമേ എനിക്ക് കമ്മ്യൂണിക്കേഷൻ ഉള്ളൂ. അപ്പോൾ അങ്ങനെ അല്ലാതെ എനിക്കറിയാം. പക്ഷേ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പുസ്തകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ പുസ്തകം കുറേ പേരൊക്കെ വായിച്ചിട്ടുണ്ട്, കുറേ വിറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ എനിക്ക് ഇത് മുഖം കാണിച്ച് വീഡിയോ ഇടുമ്പോൾ അതിൽ വ്യൂസ് കുറവ്, സബ്സ്ക്രൈബേഴ്സ് കുറവ്, അങ്ങനെയൊക്കെ ഉള്ളത് മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യും. അത് ചെയ്യുമല്ലോ, സ്വാഭാവികമാണ്. അങ്ങനെ വരുമ്പോൾ എനിക്കതൊരു മോശമായിട്ട് തോന്നി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യാതിരുന്നത്. എന്നാലും ഇപ്പോൾ ഇന്നലെ ഞാൻ പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന് പറഞ്ഞ സിനിമ കണ്ടു. അപ്പോൾ അത് കണ്ടപ്പോൾ അതിൽ യൂട്യൂബ് ചാനലുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഉള്ള കണ്ടൻ്റ് ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ആണ് എനിക്ക് മനസ്സിലായത് ഇതൊരു വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പം നെഗറ്റീവാണ് നമ്മൾ സ്പ്രെഡ് ചെയ്യുന്നതെങ്കിൽ അത് ആളുകളിൽ സ്വാധീനം ചെലുത്തും. അതുപോലെ തന്നെ പോസിറ്റീവ് നമ്മൾ പറഞ്ഞാൽ അതും സ്വാധീനം ചെലുത്തുമല്ലോ. അപ്പോൾ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ അങ്ങ് പറയാം. അതിൻ്റെ വ്യൂസ് എത്രയെന്നോ അത് സബ്സ്ക്രൈബേഴ്സ് എത്രയെന്നോ ഒന്നും നോക്കണ്ട. പറയാനുള്ളത് പറയണം. അതിപ്പോൾ നാളെ അല്ലെങ്കിൽ സബ്സ്ക്രൈബേഴ്സിൻ്റെ എണ്ണം കൂടിയിട്ട് വ്യൂസ് വർദ്ധിക്കട്ടെ എന്നൊക്കെ വിചാരിച്ച് മാറ്റി വെച്ചാൽ അതങ്ങനെ നീണ്ടു പോവുകയേ ഉള്ളൂ. എനിക്ക് പറയാനുള്ളത് പറയാം. അപ്പോൾ അതിന് വീഡിയോ മുഖം കാണിക്കാതെയും വീഡിയോ എടുക്കാം, വോയിസ് ഓവർ കൊടുത്താൽ മതി. അപ്പോൾ വോയിസ് ഓവറിലൂടെ സംസാരിക്കാം. വളരെ തുറന്ന് തന്നെ പറയാനുള്ളത് എൻ്റെ അനുഭവങ്ങൾ, ഞാൻ ജീവിതത്തിൽ നേരിട്ട കാര്യങ്ങൾ, ഇപ്പം ഞാൻ എവിടെ വന്ന് നിൽക്കുന്നു, ആ നേരിട്ട സമയത്ത് എൻ്റെ ചിന്താഗതി എന്തായിരുന്നു, ഇതെല്ലാം എനിക്ക് എൻ്റെ അതേ അനുഭവങ്ങളിലൂടെയോ അതല്ലെങ്കിൽ എന്നേക്കാൾ മോശപ്പെട്ട അനുഭവങ്ങളിലൂടെയോ ദുരനുഭവങ്ങളിലൂടെയോ ഒക്കെ കടന്നു പോകുന്ന ആളുകളുണ്ടായിരിക്കുമല്ലോ. അപ്പോൾ അവർക്ക് അതൊരു പ്രചോദനമാവട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അങ്ങോട്ട് ഞാൻ കൃത്യമായിട്ട് എൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ വീഡിയോസ് ഇടും. അപ്പോൾ അത് ആരില്ലെങ്കിലൊക്കെ എത്തും. എപ്പോഴെങ്കിലുമൊക്കെ എൻ്റെ വോയിസ് കേൾക്കാനും ആളുകൾ ഉണ്ടാകുമായിരിക്കും. ആർക്കെങ്കിലും പ്രയോജനം ചെയ്യുമായിരിക്കും. എന്തായാലും എൻ്റെ സ്റ്റുഡൻസിന് ഞാൻ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ, എൻ്റെ കൊളീഗ്സ്, അതേപോലെ തന്നെ എൻ്റെ സഹപ്രവർത്തകരായിട്ടുള്ള അധ്യാപകർക്കും വിവാഹമോചനത്തിൽ നിന്ന് ഞാൻ 2-3 പേരെ അതിൽ നിന്ന് പിന്തിരിപ്പിച്ച് ഇപ്പോൾ അവർ വളരെ നല്ല രീതിയിൽ ജീവിക്കുന്നുണ്ട്. നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ വീടൊക്കെയായി കുട്ടികളോടൊപ്പം ഭർത്താവിൻ്റെ ഒപ്പം ഒരേ വീട്ടിൽ താമസിക്കുന്നുണ്ട്. പിരിഞ്ഞിരുന്നവരായിരുന്നു, വിവാഹമോചനം നേടിയിട്ടില്ല. പക്ഷെ അവർ കോളേജിലെ ടീച്ചറാണ്. അവർ സ്വന്തം വീട്ടിൽ മാറി താമസിച്ചിരുന്നു. വിവാഹമോചനം വേണമെന്നൊക്കെ തന്നെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഞാൻ അവരുടെ മകളെ കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത, ആ കുട്ടിക്ക് അച്ഛനോട് ഭയങ്കര ഇഷ്ടമാണെന്ന് ഞാൻ ആ കുട്ടിയെ അച്ഛൻ സ്കൂളിൽ നിന്ന് കൊണ്ടുപോകുന്നത് ഒരിക്കൽ കണ്ടു. അപ്പം അങ്ങനെ കണ്ട സമയത്ത് എനിക്കത് മനസ്സിലായി. അങ്ങനെ ഞാൻ ഈ ടീച്ചറോട് പറയുകയും ടീച്ചർ പിന്നെ ഒന്നും നോക്കാതെ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് പോവുകയൊക്കെ ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അനുഭവം എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അതേപോലെ എനിക്ക് വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ സാധിച്ചാൽ എന്നെ നേരിട്ട് പരിചയമില്ലാത്ത ആളുകൾക്കും അതൊരു പ്രചോദനമാവില്ലേ? അപ്പം അതിൻ്റെ പേരിലാണ് ഞാൻ തീരുമാനമെടുത്തത്. ഇന്നലെ ആ സിനിമ കണ്ടതാണ് എനിക്ക് ഒരു ഇൻസ്പിറേഷനായത്. കാരണം എന്തും നമുക്ക് മറ്റുള്ളവരെ ഏത് തരത്തിൽ വേണമെങ്കിൽ സ്വാധീനിക്കാം. നല്ലത് പറഞ്ഞു കൊടുത്താൽ അപ്പോൾ നല്ലതും സ്വാധീനിക്കപ്പെടുമല്ലോ. ആ ആളുകൾ ആർക്കെങ്കിലും, ഇപ്പം എനിക്ക് കുറേ കാര്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഒന്നും ഞാൻ ആഗ്രഹിച്ച സമയത്ത് എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാനൊക്കെ തോന്നിയിട്ടുമുണ്ട്. സത്യമാണ് പറയുന്നത്. ഞാൻ പക്ഷേ ദൈവത്തെ മുറുകെ പിടിച്ചു.
അപ്പം പക്ഷേ എനിക്ക് ഞാൻ ആഗ്രഹിച്ചത് എൻ്റെ പരിമിതമായ ചുറ്റുപാടിൽ നിന്നുകൊണ്ടാണ്. പക്ഷേ ആ അതൊന്നുമല്ല, പരിമിതമായ ചുറ്റുപാടൊന്നും ഒരു പ്രശ്നമല്ല എന്ന തരത്തിലാണ് എന്നെ ദൈവം കൊണ്ടെത്തിച്ചത്. എല്ലാവരും ഇപ്പം എൻ്റെ ഒരു സമയമാകുമ്പോൾ കല്യാണം കഴിക്കണമെന്നൊക്കെയാണല്ലോ. ഒരു പ്രായമായാൽ ഒരു 25 വയസ്സ്, ഒരു പെൺകുട്ടി ഇപ്പം നന്നായി പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഒരു മാക്സിമം ഒരു 28, 26 വയസ്സ് വരെയൊക്കെ ആളുകൾ ക്ഷമിക്കും കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ. എന്താ കല്യാണം കഴിക്കാത്തത് എന്നൊക്കെ ഉള്ള ചോദ്യം എനിക്കും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഞാൻ കുറച്ച് ഇന്നത്തെ സമൂഹത്തിൽ പറയപ്പെടുന്ന പ്രായമൊക്കെ കഴിഞ്ഞിട്ടാണ് കല്യാണം കഴിച്ചത്. അപ്പോൾ എല്ലാവരും എൻ്റെ സുഹൃത്തുക്കളൊക്കെ പിന്നെ ചോദിക്കാതെയായി. അങ്ങനെ ഒരു ഘട്ടം കഴിയുമ്പോൾ പിന്നെ ആരും ചോദിക്കില്ല. അപ്പം അങ്ങനത്തെ ഒരവസ്ഥയായി. എനിക്ക് പ്രശ്നമില്ലായിരുന്നു, കാരണം എനിക്കറിയാമായിരുന്നു എന്തുകൊണ്ടാണ് എൻ്റെ കല്യാണം നടക്കാത്തത് എന്നുള്ളതിൻ്റെ കാരണം എനിക്കേ അറിയൂ. ഞാനത് എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ആരോടെങ്കിലോ പങ്കുവെക്കാൻ തയ്യാറായിരുന്നില്ല. അങ്ങനെ പങ്കുവെക്കാൻ തയ്യാറാവാത്തൊരു സ്വഭാവം എനിക്കുണ്ട്. അപ്പം അങ്ങനെയുള്ള ആളുകളുണ്ടാവും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൈവിടരുത്. നമ്മൾ ആത്മഹത്യ പരിഹാരമല്ല എന്ന് എല്ലാവരും പറയും. പക്ഷേ അവർക്കൊന്നും ഒരു സൊല്യൂഷൻ നമുക്ക് ആ സമയത്ത് തരാൻ പറ്റില്ല. നമ്മളാരും സഹായിക്കില്ല. നമ്മളിപ്പോൾ ഒരു ആത്മഹത്യയുടെ വക്കിൽ നിൽക്കുകയാണ്. ആ സമയത്ത് നമുക്ക് എന്താണോ ആവശ്യം അതിപ്പോൾ ഒരാളോട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ ഉപദേശിക്കും. നമുക്കപ്പോൾ വേണ്ടത് ഉപദേശമല്ല, സഹായമാണ്. നമ്മളങ്ങനെ ചോദിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ, എല്ലാവരും ചോദിക്കുന്നവരുണ്ട്, സഹായം തേടുന്നവരുണ്ട്. കൗൺസിലേഴ്സിൻ്റെ അടുത്ത് മാത്രമല്ല, സൈക്കോളജിസ്റ്റിൻ്റെ അടുത്ത് മാത്രമല്ല ആളുകൾ സഹായം തേടാൻ വേണ്ടി പോകുന്നത്. സുഹൃത്തുക്കളോട് സഹായം തേടും, വീട്ടുകാരോട് സഹായം ചോദിക്കും. പക്ഷേ ഇവരാരും സഹായിക്കില്ല. ഒരാവശ്യം വന്നാൽ സഹായിക്കുന്നതിന് പകരം ഉപദേശിക്കും. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല, ഇതെല്ലാം കടന്നു പോകും എന്നൊക്കെ പറയും. പക്ഷെ ഇത് എങ്ങനെ കടന്നു പോകും? അത് ഒന്നുകിൽ നമ്മുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെയുള്ള അതേ അനുഭവത്തിലൂടെ കടന്നു പോയ ഒരാളായിരിക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് ഇന്നത് ലാഘവത്തോടെ കാണാൻ പറ്റൂ. നമ്മൾ പക്ഷേ അത് അനുഭവിക്കുമ്പോൾ അതൊരിക്കലും ലഘുവായ കാര്യമല്ല, നമുക്കത് സങ്കീർണമാണ്. ഇപ്പോൾ ഒരു ഡോക്ടേഴ്സൊക്കെ ചെയ്യുന്ന കാര്യം, ഒരു കൈവിരലാണ് നമ്മളത് നഷ്ടപ്പെട്ടത്, ഒരു കാല് നഷ്ടപ്പെട്ട ഒരാൾ അപ്പുറത്തുണ്ടെങ്കിൽ ആ ഡോക്ടർ ആ കാല് നഷ്ടപ്പെട്ടവൻ്റെ നോക്കാനേ ആദ്യം നിൽക്കൂ. അല്ലാതെ കൈവിരൽ നഷ്ടപ്പെട്ട നമ്മളെ കാര്യം ഒന്നും ശ്രദ്ധിക്കില്ല ഒരു ഡോക്ടർ എവിടെ ഉള്ളൂ എങ്കിൽ. അപ്പോൾ അതുപോലെയാണ്. പക്ഷെ നമുക്ക് നമ്മുടെ കൈവിരൽ നഷ്ടപ്പെട്ടത് വലിയ കാര്യം തന്നെയാണ്. അത് മറ്റൊരാളെ സംബന്ധിച്ചാണ് അത് ചെറുതാവുന്നത്, വേറൊരു വലിയ പ്രശ്നം അവിടെ ഉണ്ടാവുമ്പോൾ. അപ്പോൾ അതുപോലെ തന്നെയാണ് നമുക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ വലുതായിട്ട് തോന്നും. വലിയ പ്രശ്നങ്ങൾ അപ്പുറത്ത് വരുമ്പോഴാണ് ഇത് ചെറുതായിരുന്നു എന്ന് തോന്നുന്നത്. ഒരു വലിയ വര വരയ്ക്കുമ്പോഴാണ് ആദ്യം വരച്ച വര ചെറുതാവുന്നത്. ഒരു വരയേ ഉള്ളൂ എങ്കിൽ അത് തന്നെയാണ് വലുത്. അപ്പോൾ അതുകൊണ്ട് അതേപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അപ്പം ഞാനത് തീരുമാനിച്ചു. എൻ്റെ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണെങ്കിലും എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണെങ്കിലും ഞാൻ എന്താണോ ആയിരുന്നോ എൻ്റെ ലക്ഷ്യം, ഞാനൊരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ എൻ്റെ ലക്ഷ്യം എന്തായിരുന്നു? എല്ലാവരെയും സ്വയം സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതായിരുന്നു ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ അതിനൊരു ലക്ഷ്യം കണ്ടിരുന്നത്. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കുക, അപ്പോൾ അതെൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പറയാം എന്നൊക്കെയാണ് കരുതിയത്. അപ്പോൾ അത് അങ്ങ് മുന്നോട്ട് തുടർന്നുകൊണ്ട് പോവാം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഞാൻ കുറേ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്. ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് BEd കഴിഞ്ഞിട്ടാണ് ഞാൻ PhD ചെയ്യുന്നത്. അപ്പോൾ BEd കഴിഞ്ഞ സമയത്ത് PhD ചെയ്യുമ്പോൾ തന്നെ അന്നൊക്കെ ഗസ്റ്റ് ലെക്ചേഴ്സ് ഉണ്ട്. +2 അധ്യാപക നിയമനം നടക്കാത്ത സമയത്ത് ഗസ്റ്റ് ലെക്ചർമാരായിരുന്നു പഠിപ്പിച്ചിരുന്നത്. എത്രയോ ഇൻ്റർവ്യൂകൾക്ക് ഞാൻ പോയിരിക്കുന്നു. പക്ഷേ എന്നേക്കാൾ മാർക്ക് കുറഞ്ഞ ആളുകൾ, പിന്നെ ഈ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, പഞ്ചായത്ത് മെമ്പർ, അങ്ങനെയൊക്കെ ഉള്ളവരുടെ റെക്കമെൻഡ് കാരണം അവർക്ക് ജോലി കിട്ടും, എനിക്ക് ജോലി കിട്ടിയില്ല. അങ്ങനെ ഒരു ദിവസം 3-4 സ്കൂളുകളിൽ ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ട്, എനിക്ക് കിട്ടിയിട്ടില്ല. 3 വർഷത്തോളം ഞാൻ ഇൻ്റർവ്യൂവിന് പോയിട്ട് എനിക്ക് ജോലി കിട്ടാതിരുന്നിട്ടുണ്ട്. ഇത് എന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുമില്ല. ഞാനാണെങ്കിൽ പോവാത്ത അമ്പലങ്ങളില്ല,
വിളിക്കാത്ത ദൈവങ്ങളില്ല. എന്നെപ്പോലെ ദൈവവിശ്വാസികളല്ലാത്തവരും അമ്പലത്തിലൊന്നും പോകാത്തവരും ഒക്കെ റെക്കമെൻഡിൻ്റെ പേരിൽ ജോലി കിട്ടിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് ജോലി കിട്ടുന്നില്ല. ഞാൻ അന്നൊക്കെ വിചാരിച്ചിരുന്നു, എനിക്ക് മാത്രം എന്താ ജോലി കിട്ടാത്തത്, എൻ്റെ കല്യാണം എന്താ കഴിയാത്തത്, എൻ്റെ കൂടെ പഠിച്ചവരുടെയൊക്കെ കല്യാണം കഴിയുന്നു, അവർക്ക് അന്ന് പെർമനൻറ്റ് നിയമനം അല്ലാത്തതുകൊണ്ട് ഗസ്റ്റായിട്ട് ഒരേ ആൾ തന്നെ 2-3 സ്കൂളുകളിൽ ജോലി ചെയ്തിട്ടുണ്ട് എൻ്റെ സുഹൃത്തുക്കൾ. എനിക്ക് ഒരു സ്ഥലത്ത് പോലും കിട്ടുന്നില്ല. അങ്ങനെ 3 വർഷം ഞാൻ അങ്ങനെ ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടേയിരുന്നു. ഞാൻ അന്ന് PhD ചെയ്യുന്നു. അപ്പോൾ PhDയുടെ സമയത്ത് തന്നെ, കാരണം നമുക്ക് പിന്നെ എക്സ്പീരിയൻസ് ഇല്ല എന്നുള്ളതൊരു കുറവായി മാറും. PhD ഉണ്ട്, എക്സ്പീരിയൻസ് ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത്. നമ്മൾ B.Ed കഴിഞ്ഞ ഉടനെ നമുക്ക് എവിടെ നിന്നാണ് എക്സ്പീരിയൻസ് കിട്ടുന്നത്? ആരെങ്കിലും ജോലി തന്നാലല്ലേ നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടാവും. അപ്പോൾ അതിന് മുമ്പേ ഉള്ള ആളുകളുണ്ടല്ലോ, അപ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. ഒരു സ്കൂളിൽ ഒരു ആൾ മതിയല്ലോ, ഒരു ഒഴിവല്ലേ ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുറേ പോവും. പിന്നെ അതല്ലാത്തത് ഇങ്ങനെ ഈ റെക്കമെൻഡ് കാരണവും ജോലി എനിക്ക് കിട്ടാതെ പോയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം എൻ്റെ എക്സ്പീരിയൻസാണ്, എൻ്റെ അനുഭവമാണ്. അപ്പോൾ ജോലിയിൽ കിട്ടാത്തതിൻ്റെ എക്സ്പീരിയൻസ് എനിക്കുണ്ട്. അപ്പം അങ്ങനെയൊക്കെയുള്ള അതേപോലെ 3 വർഷം ഞാൻ പറഞ്ഞു വന്നത്, 3 വർഷത്തോളം ഞാൻ ഇതുപോലെ 3-4 സ്കൂളുകളിൽ പത്രം അന്ന് വായിക്കുന്നത് തന്നെ അധ്യാപക ഒഴിവ് എവിടെയാണുള്ളതെന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ്. എത്ര സ്ഥലങ്ങളിൽ ഞാൻ പോയിരിക്കുന്നു. കോളേജിലും പോവും. അതേപോലെ തന്നെ UGC നെറ്റ് പരീക്ഷ MAക്ക് പഠിക്കുമ്പോൾ തന്നെ കിട്ടിയ ആളാണ് ഞാൻ. ആലോചിച്ച് നോക്കണം. എൻ്റെ ക്ലാസ്സിൽ 15 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഞാൻ കാലിക്കറ്റ് സർവകലാശാലയിലാണ് MA പഠിച്ചത്. അപ്പോൾ ആ സമയത്ത് 15 കുട്ടികൾ ഉണ്ടായതിൽ 2 പേർക്കാണ് ഞങ്ങളുടെ ക്ലാസ്സിൽ UGC ക്വാളിഫൈ ചെയ്യാൻ സാധിച്ചത്. അപ്പോൾ അതിലൊരാളാണ് ഞാൻ. എനിക്കാണ് ഈ അവസ്ഥ വന്നത്. അപ്പം ഞാനിങ്ങനെ ദൈവത്തോട് പരാതി പറയുമായിരുന്നു. എനിക്കാണെങ്കിൽ ജോലി ആവശ്യമായിരുന്നു. എന്നിട്ട് എനിക്ക് ജോലി കിട്ടുന്നില്ലല്ലോ എന്ന് ഞാൻ എല്ലാ അമ്പലങ്ങളിലും പോയി പ്രാർത്ഥിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് മാത്രം, കാരണം റെക്കമെൻഡേഷൻ, ഈ ഒരു രാഷ്ട്രീയ സ്വാധീനം എനിക്കില്ലാത്തത് കൊണ്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കെ ആണ് ഒരു ദിവസം ഞാൻ കുറേ ദൂരെയുള്ളൊരു സ്കൂളിൽ, REC ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇതേപോലെ വിളിച്ചു. ഞാൻ അവിടെ പോയി. അത് അത്രയും ദൂരേക്കൊന്നും അതിൻ്റെ മുമ്പ് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അടുത്തുള്ള സ്കൂളുകളിൽ മാത്രം ഇൻ്റർവ്യൂവിന് പോയിക്കൊണ്ടിരുന്നൊരു ആളായിരുന്നു ഞാൻ. ഇത് കുറച്ച് എൻ്റെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അവിടെ പോയപ്പോൾ ആ പ്രിൻസിപ്പൾ എന്താണെന്നറിഞ്ഞൂടാ, റെക്കമെൻഡേഷൻ സ്വീകരിക്കില്ല. വന്നവരിൽ ആർക്കാണോ ഏറ്റവും കൂടുതൽ യോഗ്യതയുള്ളത് അവർക്ക് കൊടുക്കാം എന്നുള്ളൊരു തീരുമാനമുള്ള ആളായിരുന്നു ആ പ്രിൻസിപ്പൾ. അങ്ങനെയാണ് എനിക്ക് അവിടെ ആദ്യമായിട്ട് ഗസ്റ്റ് ലെക്ചറായിട്ട് ജോലി കിട്ടുന്നത്. ഒരു സെപ്റ്റംബറിലാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഓണം വെക്കേഷൻ തുടങ്ങുകയും ചെയ്തു. അപ്പോൾ ആദ്യം 4 ദിവസമാണ് എനിക്ക് ഉണ്ടായിരുന്നത്. 1400 രൂപയാണ് എനിക്ക് ആദ്യമായിട്ട് കിട്ടിയ ശമ്പളം. അത് അന്ന് എത്ര സന്തോഷമായിരുന്നു എന്നറിയാം എനിക്ക് ആ 1400 രൂപയ്ക്ക്. അത് കഴിഞ്ഞ് അവിടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്കും ഞാൻ ആഗ്രഹിച്ചതുപോലെ എൻ്റെ സുഹൃത്തുക്കളൊക്കെ 3-4 സ്കൂളുകളിൽ ഒരേ സമയത്ത് ജോലി ചെയ്തു എന്ന് ഞാൻ പറഞ്ഞില്ല, അതേപോലെ എനിക്കും കിട്ടി. വേറെ 2 സ്കൂളിൽ ഞാനും ചെയ്തു, 3 സ്കൂളുകളിൽ ഒരേ സമയത്ത്. ഇതെൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ 3 വർഷത്തോളം എവിടെയും ജോലി കിട്ടാത്ത ഒരാളായിരുന്നു ഞാൻ എന്നുള്ളത് ഓർക്കണം. എനിക്കാണ് ഒരു സ്ഥലത്ത് കിട്ടിയപ്പോൾ വീണ്ടും 2 സ്ഥലത്തും കൂടി കിട്ടി. വേറൊരു സ്കൂളിൽ കിട്ടി, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയില്ല, എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട്. അന്ന് ശനിയാഴ്ചയും +2 ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഞാൻ 3 സ്ഥലത്ത് പഠിപ്പിച്ചു. ഒന്ന് എനിക്ക് നിവൃത്തിയില്ലാത്തതുകൊണ്ട് വിട്ട് കളയേണ്ടി വന്നു. ആ ഒരവസ്ഥയിലേക്ക് ഞാൻ എത്തി. അപ്പോൾ അതെന്തുകൊണ്ടാണ്? ഞാൻ എൻ്റെ മനസ്സിൽ തീവ്രമായി അത് ആഗ്രഹിച്ചു. അപ്പോൾ അങ്ങനെ അത് ലോ ഓഫ് അട്രാക്ഷനൊന്നും അറിഞ്ഞിട്ടല്ല, ഞാൻ ആഗ്രഹിച്ചു. ആഗ്രഹിച്ചതുപോലെ എനിക്ക് സമയമെടുത്തിട്ടായാലും എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പം നമ്മൾ എന്താഗ്രഹിക്കുന്നുവോ അത് നമ്മളിലേക്ക് എത്തിച്ചേരും എന്ന് തന്നെയാണ് എൻ്റെ ഓരോ അനുഭവങ്ങളും. ഇതൊരനുഭവം, അങ്ങനെ നിരവധി അനുഭവങ്ങൾ എനിക്കുണ്ട്. അപ്പോൾ അത് ഒറ്റ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും, ഇതിൻ്റെ ലെങ്ത്ത് കൂടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അടുത്ത വീഡിയോയിൽ എൻ്റെ ഓരോരോ അനുഭവങ്ങളായിട്ട് ഞാൻ നിങ്ങളോട് പങ്കുവയ്ക്കാം.
ഇത് സത്യസന്ധമായ എൻ്റെ അനുഭവമാണ്. ഞാൻ ഇന്നലെ ആ സിനിമ കണ്ടപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, നമ്മുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്ക് പ്രയോജനം ചെയ്യുമെങ്കിൽ, ആരെങ്കിലും എൻ്റെ അതേ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഗുണം ചെയ്യട്ടെ എന്ന് വിചാരിച്ച് തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം അനുഭവം തന്നെ പറയാം എന്ന് വിചാരിക്കുന്നത്. അത് ഇങ്ങനെയൊരു വീഡിയോ ആകുമ്പോൾ പിന്നെ ഞാനാണെന്ന് ആർക്കും മനസ്സിലാവില്ലല്ലോ. അതും ഉണ്ട്. കാരണം ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ വീഡിയോസിന് വ്യൂസ് കുറവാണ്. അപ്പം അത് കാരണം മാത്രമാണ്. ഇനി വ്യൂസൊക്കെ കൂടുതലായിട്ട് വരികയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും മുഖം കാണിച്ച് തന്നെ വീഡിയോ ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ, എല്ലാവരും സന്തോഷമായിരിക്കണം. ആരും ബേജാറാവേണ്ട കാര്യമില്ല. നമുക്ക് എന്താണ്, നമ്മുടെ മനസ്സ് നല്ലതാണെങ്കിൽ നന്മ നമ്മളിലേക്ക് വന്നു ചേരും. അത് കുറച്ച് വൈകിയായിരിക്കാം, എന്നാലും എത്തിച്ചേരും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക.